മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ ഒരു താരം തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടി മഞ്ജു പത്രോസ്. ബിഗ് ബോസിൽ വന്നതിന് ശേഷം കൂടുതൽ പ്രേക്ഷകരും മഞ്ജുവിന്റെ വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ട് എന്ന് തന്നെ പറയാം. സ്വന്തം യൂട്യൂബ് ചാനലും തന്റെ സീരിയൽ ലോകവുമായി മുന്നോട്ട് പോവുകയാണ് മഞ്ജു. എന്നാൽ അതിനിടയിൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് ശേഷം തന്റെ ആഗ്രഹം പോലെ ഒരു ലക്ഷങ്ങളുടെ വീടിലാണ് ഇപ്പോൾ മഞ്ജു താമസിക്കുന്നത്. അധികം ആർക്കും അറിയാത്തൊരു കാര്യം, ഒരു ദിവസം 4500 രൂപയോളമായിരുന്നു അന്ന് മഞ്ജുവിൻ്റെ ശമ്പളം. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നൊക്കെയുള്ള വരുമാനം എടുത്ത് നോക്കിയാൽ അതോടൊക്കെ തന്നെ അടുക്കുകയും ചെയ്യും. അത് ഒരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഒരു കാര്യത്തിൽ മഞ്ജു ഇത്ര തീരുമാനമെടുത്തത്. കുറച്ച് കാശായപ്പോൾ തന്നെ വീട് വയ്ക്കണമെന്നുള്ള ആഗ്രഹം മഞ്ജു പലരോടായി പറയുന്നുണ്ടായിരുന്നു. നല്ലൊരു വീട്ടിൽ താമസിക്കണം, അതെൻ്റെ ഒരു ആഗ്രഹമാണെന്നായിരുന്നു മഞ്ജു പറഞ്ഞത്. മഞ്ജുവിൻ്റെ ആഗ്രഹത്തിന് എല്ലാവരും കൂടെ നിൽക്കുകയായിരുന്നു. പ്രേക്ഷകരും ഇതുതന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് എന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ മഞ്ജു അങ്ങനെ മുന്നേറ്റത്തോടെ മുന്നേറുകയാണ് എന്ന് തന്നെ നമുക്ക് പറഞ്ഞേ മതിയാകും. ലക്ഷങ്ങളുടെ വീട് വെച്ചു, കടങ്ങൾ തീർത്തു, അങ്ങനെ എല്ലാം തന്നെയായി മുന്നോട്ട് പോവുകയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ കിടിലം എന്നാണ് മഞ്ജുവിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുന്നത്. മഞ്ജുവിനിത് സാധിച്ചല്ലോ, ലക്ഷങ്ങളുടെ വീട് വെക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തിയല്ലോ, കടങ്ങളെല്ലാം തീർന്നില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. ബിഗ് ബോസിന് മുൻപായി തന്നെ പലരുടെ അടുത്തു നിന്നും കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. സുനിച്ചിനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും അതുപോലെ ഞങ്ങളെ സഹായിച്ച ഒരുപാട് പേരുണ്ടെന്നും ഞങ്ങളെ സഹായിക്കാത്ത ഒരുപാട് പേരുണ്ടെന്നുമൊക്കെ ബിഗ് ബോസിൽ വെച്ച് പലപ്പോഴായി മഞ്ജു തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നാണ് മഞ്ജു ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിയത്. ബിഗ് ബോസ് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടെങ്കിലും അവിടം കൊണ്ട് നിർത്താതെ എല്ലാവരും മുന്നിലേക്ക് പരിശ്രമിക്കണം, അതിലാണ് കാര്യം. ബിഗ് ബോസ് നമുക്ക് കുറച്ച് ഫെയിം തരും. ആ ഫെയിമിൽ കയറി പിടിച്ചു പറ്റി നമ്മളുടേതായ ഒരു നില കണ്ടെത്തണം. ആ നില കണ്ടെത്തുന്നതിലൂടെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നേടാനാവുക. അതിലൂടെ മാത്രമേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ തന്നെയും കണ്ടുപിടിക്കാനുമാവുക. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ വാർത്ത മാത്രമല്ല, സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട്. ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായും ഇത് മാറുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായും ഇത് മാറുന്നു. ആരാധകരുടെ പ്രീതി വെറുതെയല്ല, മറിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി തന്നെ മനസ്സിലാകുന്ന ഒരു വാർത്ത ഇത് തന്നെയാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. പ്രേക്ഷകരോടുള്ള സ്നേഹം അതുതന്നെയാണ് നമ്മൾ കാണിക്കുന്നതും അതുതന്നെയാണ് മനസ്സിലാക്കുന്നതും. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ തന്നെ മഞ്ജുവിൻ്റെ വാർത്തകൾ വൈറലാകുമ്പോൾ ഇതുവരെ ആരോടും യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്ന മഞ്ജുവിനെ കുറിച്ച് തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. മഞ്ജു അങ്ങനെ തന്നെയാണ് എല്ലാവരോടും പെരുമാറാറുള്ളത്. ആരോടും ദേഷ്യം വെച്ച് പുലർത്തുകയോ ആരോടും മോശമായി പെരുമാറുകയോ ചെയ്തിട്ടില്ല. അതൊരു അനുഗ്രഹമാണ് എന്നും അത്തരത്തിൽ പെരുമാറാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ് എന്നൊക്കെയാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത് തന്നെയാണ് സമ്മതിക്കുന്നത്. മഞ്ജുവിന് അത്തരത്തിലുള്ള പെരുമാറാനുള്ള ഒരു മുഖമുണ്ട് എന്നും അങ്ങനെയാണ് മഞ്ജുവിന് ഇത്രയും പ്രീതി ലഭിച്ചതെന്നും സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ പോലും അതാണ് കാണാൻ സാധിക്കുന്നതെന്നും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.